മനുഷ്യൻ നിങ്ങൾ എന്തോ നോക്കി നിൽക്കുവാ? മുദ്രാവാക്യം വിളിക്കാൻ വിളിക്കാം. വിള നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുക. വിള നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുക. നരഭോജി കടുവയെ കൂട്ടിലടയ്ക്കുക. നരഭോജി കടുവയെ കൂട്ടിലടയ്ക്കുക. വിള നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുക. വിള നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുക. ഉച്ചക്കുള്ള ചോറും കറിയും റെഡിയാക്കി വെക്കുക. ഉച്ചക്കുള്ള ചോറും കറിയാ? ഇതൊക്കെ സർക്കാർ തരുവോ? അത് ഞാൻ സർക്കാരിനോട് പറഞ്ഞല്ല, പിന്നെ നിന്നോട് പറഞ്ഞതാ. ഇത് കഴിയുമ്പോ നമുക്ക് വല്ലതും തിന്നണ്ടേ? അതിനാ കാട്ടുപന്നി ഇട്ടിട്ട് പോയ 2 കിഴങ്ങെടുത്ത് ഞാൻ പുഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, നന്ദിയുള്ള പന്നിയേട്ടാ, കുറ്റം പറയരുത്. കടുവയും പുലിയും നാട് കടത്തുക. പുലിയും കടുവയും നമ്മുടെ മക്കൾ. പിന്നെ അതുങ്ങളെല്ലാം കൂടെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങ് വളർത്ത്. വന്യജീവികളെ പേടിപ്പിക്കാതിരിക്കുക. എന്തോന്ന് പറയുന്നത്? ഈ മൃഗങ്ങളൊക്കെ നമ്മളല്ലേ പേടിപ്പിക്കുന്നത്? ഞാനൊരു തികഞ്ഞ മൃഗസ്നേഹിയാണ്. അത് മാത്രമല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ജീവജാലങ്ങളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. ദൈവം, ഇത് എന്ത് പറ്റി മേഡം? ഇവിടെ മുഴുവൻ ഉറുമ്പാണല്ലോ ചേട്ടാ. ഇതിനെ കൊന്നൂടെ? കുറച്ച് ഉറുമ്പിട്ടാ പോരെ? നിങ്ങളല്ലേ ഇത്ര നേരം പറഞ്ഞത് ജീവജാലങ്ങളെ ഒന്നും ചെയ്യല്ലെന്ന്? അതെ, എന്നെ ഉപദ്രവിച്ച ഇനി ആരാണെങ്കിലും ഞാൻ തിരിച്ചു ഉപദ്രവിക്കും. വേണുമ്പിളെ, ഒരു വായിൽ 2 വർത്താനം പറയരുത് കേട്ടോ. നിങ്ങൾ ഇവരുടെ ഡാൻസ് കണ്ടോണ്ടിരിക്കാതെ ആ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് വല്ല പണിക്ക് പോകാൻ നോക്ക്. MLA ഒന്നും വരാൻ പോകുന്നില്ല. നല്ലത്. ഫോറസ്റ്റ് ഓഫീസർ സാറ് മാത്രമേ വന്നല്ലോ, MLA സാറ് വന്നില്ലേ? MLA വരും. MLA കുറച്ച് ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. അതാണ് സാറേ MLA. അദ്ദേഹത്തിന്റെ പേര് തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം എഴുതി വെച്ചിട്ടുണ്ട്. മീറ്റിംഗിന് ലേറ്റ് ആയി വരുന്ന ആൾ MLA. മനസ്സിലായോ? എന്റെ സാറേ, ഈ തോക്കും കൊണ്ട് നടക്കാതെ കാട്ടിൽ പോയി വല്ല മൃഗങ്ങളെ വെടിവെക്കാൻ പാടില്ലേ? അയ്യോ, കാട്ടിലെ മൃഗങ്ങളെ ഒന്നും ഈ തോക്ക് കൊണ്ട് വെടിവെച്ചൂടാ. നമ്മള് മൃഗങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തോക്ക് കൊണ്ട് നടക്കുന്നത്. പിന്നെ ആരെങ്കിലും കാട്ടിലെ മൃഗങ്ങളെ ഉപദ്രവിച്ചാൽ അവരെ നമ്മൾ വെടിവെക്കും. പറഞ്ഞ കാട്ടുപന്നിയുടെ വില പോലും നമ്മൾ കൃഷിക്കാർക്കില്ല. MLA വന്ന് കൊടുങ്ങല്ലൂർ ആന ഇറങ്ങോ? എവിടെ? നരഭോജി കടുവ ഇടുക്കിയിൽ ഇറങ്ങിയെന്നോ? എനിക്ക് വയ്യ. മുള്ളംകൊല്ലിയിലും മുള്ളംമതി ഇറങ്ങിയെന്ന ഇവറ്റകളെല്ലാം കൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ ഇറങ്ങി ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ആനയെ കൊണ്ടുവന്ന് കടുവയുടെ മുമ്പിൽ ഇട്ട് കൊടുക്ക്. അവർ തമ്മിൽ അടിച്ച് പ്രശ്നം പരിഹരിക്കട്ടെ. മുള്ളംമതി ഒബ്സർവേഷൻ വെച്ച്. ഓക്കെ, എന്ത് ചെയ്യുമെന്ന് പറ സർക്കാർ. നമസ്കാരം. ചെണ്ടയില്ല സാർ, തോക്കുണ്ട്. ആഘോഷത്തോട് വെടിവെക്കും. അതല്ല, ഇതൊന്നും ചീരയാ സാറേ, ഞങ്ങൾ പാവപ്പെട്ട കർഷകരല്ലേ, ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളു സാറേ. ഇതേ ഉള്ളോ? വാഴയിൽ വിട്ടി പൊന്നാടായിട്ട് ഇടട്ടെ. അതിന് മൂക്കി പഞ്ഞു വെച്ച് കിടക്കാൻ വന്നതല്ല ഞാൻ. ഇത് കൊണ്ടുവന്ന് എന്റെ വണ്ടിയെ വെച്ചേക്കും. അയ്യോ, വെക്കല്ലേ, അത് വിൽക്കാനുള്ളതാ. എന്റെ പൊന്ന് സാറേ, ഈ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ ശല്യമായിരിക്കുമോ? എന്റെ മൃഗങ്ങൾക്കാണ് നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായിരിക്കണത്. സത്യം, ഞങ്ങൾക്ക് ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല സാർ. ഞാൻ ഇവിടുത്തെ കൃഷിക്കാരനാണ് കിഴങ്ങ് നാരായണൻ. ഭാര്യ കല്യാണി. ഇപ്പോഴും കിഴങ്ങിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? സാറേ, ഞാൻ പലതരം കിഴങ്ങുകൾ ഞാൻ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അല്ല, ഈ കിഴങ്ങിനൊക്കെ ഇപ്പോ പഴയ രുചിയുണ്ടോ? അത് കാട്ടുപന്നിയോട് ചോദിക്കണം. അതെന്താ അങ്ങനെ? കാട്ടുപന്നിയല്ലേ ഞാൻ കൃഷി ചെയ്ത് വെച്ചേക്കുന്ന കിഴങ്ങൊക്കെ എടുത്ത് ഇരുന്ന്. സർക്കാരിന്റെ പുതിയ പദ്ധതിയിൽപ്പെടുത്തി ഞങ്ങളെ കാട്ടുപന്നികൾക്കായി ഇവിടെ ഒരു AI ക്യാമറ സ്ഥാപിക്കുന്നുണ്ട്. അതെന്തിന്? കിഴങ്ങ് എടുത്തോണ്ട് ഓടിപ്പോന്ന കാട്ടുപന്നി ഓവർ സ്പീഡിന് പെറ്റിയടിക്കാൻ വേണ്ടിയാ. ഓവർ സ്പീഡ് അല്ല, നിങ്ങളുടെ കിഴങ്ങ് ഏത് പന്നിയാണ് തിന്നതിന്റെ എന്നുള്ള ഫോട്ടോ അടക്കം ഒരു നോട്ടീസ് വരും. ഞങ്ങൾ എന്തോ ചെയ്യാനാ? വെറുതെ ഇരിക്കുമ്പോ വായിച്ചോണ്ടിരിക്കാമല്ലോ. സാറേ, ഈ കാട്ടുപന്നികൾ ഇങ്ങനെ കാട്ടിൽ പെറ്റി വരുന്നതുകൊണ്ടാ ഞങ്ങളുടെ നാട്ടിലെ കൃഷി മുഴുവൻ ഇങ്ങനെ നശിക്കുന്നത്. അതിനും സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട്. എന്തോ പദ്ധതി? ഞങ്ങൾ 100 കണക്കിന് വെറ്ററിനറി സർജന്മാരെയും വോളണ്ടിയേഴ്സിനെയും കാട്ടിലേക്ക് കയറ്റി വിടും. അതെന്തിന്? ഈ കാട്ടുപന്നികൾ പ്രജനനം നടത്തുന്ന സമയത്ത് ഞങ്ങൾ വിസിലടിച്ച് അവരുടെ മൂടങ്ങ് മാറ്റും. എന്റെ പന്നിക്കുട്ടന്മാരുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവർക്കും ഇല്ലേ സാർ കുടുംബമായിട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ്? എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ പന്നിക്കുട്ടന്മാരെ എല്ലാം കൂടെ മാഡം കൊണ്ടുപോയി മാഡത്തിന്റെ ഫ്ലാറ്റിൽ കൊണ്ടിട്ട് വളർത്തും. എന്റെ വിവരമില്ലാത്ത കല്യാണി ചേച്ചി, പന്നിക്കുട്ടികൾ വളരേണ്ടത് കാട്ടിലാണ്, അല്ലാണ്ട് നാട്ടിലെ കിടക്കുന്ന ഫ്ലാറ്റിലല്ല. എന്റെ സാറേ, ഈ കാട്ടിൽ അതുങ്ങൾക്കൊന്നും തിന്നാനില്ലാത്തതുകൊണ്ടാണ് എല്ലാം കൂടെ നാട്ടിലോട്ട് ഇറങ്ങുന്നത്. അതിനും വിഷമിക്കണ്ട, അതിനും ഞങ്ങളുടെ കയ്യിൽ പദ്ധതിയുണ്ട്. സർക്കാരിന്റെ ഒരു 2 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. അതായത് നാട്ടിലുള്ളവർക്ക് നമ്മൾ വീട്ടിൽ ഊണ് കൊടുക്കുന്നത് പോലെ കാട്ടിലെ മൃഗങ്ങൾക്ക് കാട്ടിൽ ഊണ്. ആ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും. നന്നായി. ഈ മൃഗങ്ങളൊക്കെ ക്യൂ കണക്കിന് പോയി നിൽക്കുമല്ലേ തിന്നാൻ വേണ്ടി? എന്റെ പൊന്നു സാറേ, അവിടെ ഫലവൃക്ഷങ്ങളില്ല. അതുകൊണ്ടാണ് ചക്കക്കൊമ്പനും അരിക്കൊമ്പനൊക്കെ നാട്ടിലിറങ്ങി നരങ്ങുന്നെന്ന് അറിയാവോ? ഒരു കാര്യം ചെയ്യ്, ഇതുപോലെ പ്ലാവ്
കാട്ടി മൊത്തം കൃഷി ചെയ്യ സാറേ. എന്റെ കിഴങ്ങ് നാരായണ, താൻ എന്ത് വിട്ടിത്തരായി പറയുന്നേ? കാട് മുഴുവൻ പ്ലാവ് വെച്ചു പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ സാധ്യമായ കാര്യമാണോ? എന്റെ സാറേ, അതിനെന്താ ഇത്ര പ്രശ്നം? നമുക്ക് ഹെലികോപ്റ്ററിൽ കാട്ടിലേക്ക് പോയിട്ട് നമുക്ക് ചക്കക്കുരു വിതറാന്ന്. അത് നല്ല ഐഡിയ ആണ്. അതാവുമ്പോ ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം വന്നിട്ട് ചക്കക്കുരു തിന്നിട്ട് അവര് എന്നെ പരസ്പരം വെടിവെക്കും. നമ്മളെ വെടിവെപ്പ് ലാഭം. വെടിവെപ്പ് ലാഭം. നിങ്ങൾ ഏതെങ്കിലും ഒരു ജീവിനെ ഈ തോക്കും കൊണ്ട് വെടിവെച്ചിട്ടുണ്ടോ? ആ വർത്താനം പറയരുത്. ഈ തോക്ക് കൊണ്ട് ഈ കാട്ടിനകത്ത് കയറി ഞാൻ റോന്ത് ചുറ്റുന്നില്ലേ? എന്നിട്ട് പക്ഷെ ഞാൻ അവിടെ ഒരു മൃഗത്തിനെയും കണ്ടിട്ടില്ല. നിങ്ങൾ കാട്ടിൽ കിടന്ന് റോന്തി ചുറ്റുമ്പോഴേ കാട്ടിലുള്ള മൃഗം എല്ലാം നാട്ടിൽ കിടന്നാണ് റോന്തി ചുറ്റണം. അതാണ് നിങ്ങൾ അവിടെ പോകുമ്പോ ഒന്നിനെ കാണാത്തത്. അവള് പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നേ വരയ്ക്കെങ്കിലും ഏതെങ്കിലും ഒരു അജ്ഞാത ജീവിയെ നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ? ഉള്ള ജീവിയെ പിടിക്കാൻ പറ്റില്ല, പിന്നെയാണ് അജ്ഞാത ജീവി. നമ്മൾ അജ്ഞാത ജീവിയെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടില്ലല്ലോ. അജ്ഞാത ജീവിയെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അജ്ഞാത ജീവി അല്ലല്ലോ. അതാണ് നമ്മൾ വാർത്തയായിട്ട് കേൾക്കാത്തത്. അത് പറ. പിന്നെ അതിന് നേരം ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്റെ കാട്ടിൽ കിടക്കുന്ന എന്റെ പുലികളെയും കടുവയെയും മയക്കുവെടി വെച്ച് നിങ്ങൾക്ക് നരഭോജികളായിട്ട് മാറ്റണം. അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ എടി ചുമ്മാതല്ല, ഈ മയക്കുമരുന്നിന്റെ രുചി കാരണമാണ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നല്ലേ. പിന്നെ അങ്ങനെ പറയാൻ വേണ്ടിട്ട് ഈ നമ്മൾ മയക്കുവെടിയായിട്ട് വെക്കുന്നത് MDMA-യും കഞ്ചാവൊന്നുമല്ല, മയക്കാനുള്ള മരുന്നാണ്. നിങ്ങൾ ഈ മയക്കുവെടിയുടെ കാര്യം പറഞ്ഞ് കാട് കയറാതെ കാട്ടിലെ മൃഗങ്ങളെ തുരത്താനുള്ള ഒരു വഴി കണ്ടെത്തു സാറേ. സഹോദരി വിഷമിക്കണ്ട, അതിനും നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പദ്ധതിയുണ്ട്. അതായത് ഒരു വന്യമൃഗം കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിയാൽ ആ നിമിഷം തന്നെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ തന്നെ ഒരു 6 അംഗ സംഘം കൂടിയാലോചനാ യോഗം തുടങ്ങണം. ഏത് 6 അംഗ സംഘം? അതെന്ന് പറഞ്ഞാൽ ഒന്ന് ജില്ലാ കളക്ടർ, പിന്നെ സ്ഥലം SI, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് തുടങ്ങിയ 6 അംഗ സംഘം. ഞങ്ങളൊരു സ്ഥലവും സമയവും ഒക്കെ നിശ്ചയിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു 5-6 മണിക്കൂർ അങ്ങ് യോഗം നടത്തും. ആ സമയത്ത് കാട്ടാനെ ഇറങ്ങി ഞങ്ങളുടെ കൃഷിയെല്ലാം ചവിട്ടി മതച്ച് അതും തിന്ന് ഞങ്ങളെയും കൊന്ന് ആനപ്പിണ്ടം വിട്ട് ആനപ്പിണ്ടം കൊണ്ടുവന്ന് ചന്ദനത്തിരി ഉണ്ടാക്കി ആ ചന്ദനത്തിരി കൊണ്ടുവന്ന് ഞങ്ങളുടെ തലക്കിലും വെച്ച് ഞങ്ങളെ 16 അടി അന്തരത്തിന് ഇഡലി ഞാൻ പറഞ്ഞ സാറേ. എന്റെ ചേട്ടാ, ആനയ്ക്ക് വേണ്ട ഒരു എന്റർടൈൻമെന്റ് ഒക്കെ. അതെ, എന്താ ഒരു ശബ്ദം കേട്ടത്? അത് ഏതോ കുറുക്കനെ കുയില കൂർക്കം വലിച്ചത്. കോഴി കൊക്കിന്ന് പറഞ്ഞ കാര്യം. എടീ, അത് ഒറിജിനൽ കടിവാടി, ഓടിക്കോ. അല്ല, ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നത്? അത് നമ്മുടെ ദേശീയ മൃഗമല്ലേ? ഹലോ, ആന ഇറങ്ങിയ കൂടിയാലോചന യോഗം തുടങ്ങണോ? ഞാൻ ദേ വരുന്നു. അയ്യോ മാഡം, അവരെല്ലാം രക്ഷപ്പെട്ട്. ഞാൻ കടുവ വിടിവിക്കട്ടാ. എന്റെ സാറും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ. നമ്മുടെ കാട്ടിലുള്ള മൃഗങ്ങളെ അങ്ങോട്ട് പോയി ഉപദ്രവിച്ചാൽ മാത്രമേ അവര് നമ്മളെ ഉപദ്രവിക്കാൻ വരത്തുള്ളൂ. അപ്പൊ ഞാൻ വെടിവെക്കണ്ടേ? വേണ്ട സാർ. അപ്പൊ ഈ തോക്കോട്ട് ഒരു ഉപയോഗമില്ല. ഇല്ല. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. പറയൂ. റേഞ്ച് ഓഫീസിൽ പോയിട്ടെ എണ്ണ എടുത്ത് ഈ തോക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടുത്തെ ഷോക്കേസിൽ വെച്ചിട്ട് വരാം. നല്ലൊരു കാര്യമാണ് സാർ. എന്നാ അത് ചെയ്യും. പോട്ടാ. ഓക്കെ. അയ്യോ, രക്ഷപ്പെട്ടു. എന്താ മാഡം, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണിനെ 4 ആയിട്ട് കടിച്ചു കയറിയ കടുവയാണ് വന്ന് നിൽക്കുന്നത്. അല്ല, ഞാൻ എന്തിനു പേടിക്കണം? ഞാനൊരു മൃഗസ്നേഹിയല്ലേ. അയ്യോ മോനെ, തക്കോട് കിട്ടാ. നീ എന്തിനാണ് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? ഒരു ഒച്ച വയ്ക്കാൻ പാടില്ല. ചേച്ചിയല്ലേ ഇവിടെ നിക്കണത്? അയ്യോ,